ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം രാവിലത്തെ വിശേഷം ഒന്നുമല്ല കേട്ടോ, രാത്രിയിലെ വിശേഷമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് രാവിലെ തൊട്ടിവിടെ പ്രത്യേകിച്ച് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ മേടിച്ചു തന്ന കുറച്ച് ബേക്കറി ഉണ്ടായിരുന്നു, അതൊക്കെ എല്ലാവരും ഒക്കെ കഴിച്ചു. ജനലൊന്നും തോന്നത്തെ ചൂട് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം രാവിലെ അതുകൊണ്ട് ബേക്കറി ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ചേർത്ത് കുളിക്കുവാന്നേ. ഉച്ചയ്ക്കും ഇതൊക്കെ തന്നെയായിരുന്നു. മുട്ട പൊരിച്ചു, പിന്നെ മീൻ 2 കഷ്ണം വറക്കാൻ അതെടുത്തു, പിന്നെ മാങ്ങ അച്ചാർ അങ്ങനെയൊക്കെ കൂട്ടി ഞങ്ങൾ ചോണ്ടൊന്നും ചെയ്യണില്ലായിരുന്നു ഇവിടെ. അതുകൊണ്ടാണ് ഇങ്ങനെ കളിപ്പിച്ചുള്ള ഫുഡ് ഉണ്ടാക്കിയതൊക്കെ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചേട്ടൻ വിളിച്ച് വഴക്ക് പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഓട്ടോ ഒന്നും പോകണ്ടല്ലോ, വീട്ടിൽ ഇരുന്നാൽ മതിയല്ലോ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ പിന്നെ ആർക്കും വേണ്ടി കഷ്ടപ്പെടാൻ പോകുന്നേ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു. നിങ്ങളൊന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. ഒന്നാമത് എന്നാന്ന് വെച്ചാൽ ആർക്കും ഒരു രസമില്ലെന്ന്. ചേട്ടൻ ഉണ്ടെങ്കിലും ഉള്ളൂ കേട്ടോ എല്ലാം ഉണ്ടാക്കാനും എടുക്കാനും. പിള്ളേരാണേലും ഒന്നിച്ചിരുന്നുള്ള കഴിപ്പും അങ്ങനെയൊക്കെ ഒരു സന്തോഷം. അങ്ങനെ വൈകുന്നേരം വിളിച്ചേച്ച് പറഞ്ഞു, കണ്ണനോട് പറഞ്ഞു. കണ്ണൻ കടയിൽ അങ്ങനെ അപൂർവം പോകാറുള്ളൂ കേട്ടോ, കണ്ണനെ ഞങ്ങൾ അങ്ങനെ വിടാറില്ല. ഒന്നാമത് എന്നു വെച്ചാൽ ഇവന് ശ്രദ്ധയൊന്നുമില്ലെന്ന്. ഇത്രയും വലുതായെങ്കിലും ഉണ്ടല്ലോ, ഇവന് ഒരു നോട്ടം ഒന്നുമില്ല എവിടെയൊക്കെ പോകുന്നതിനൊക്കെ. അതുകൊണ്ടാണ് ഇവനെ കൂടുതലും വിടാൻ പഠിക്കുന്നത്. പിന്നെ കണ്ണനെ പറഞ്ഞു വിട്ട് ചേട്ടൻ പറഞ്ഞ് കണ്ണോട് പറഞ്ഞ് പോയി ചിക്കൻ മേടിച്ചോണ്ട് പോവാം, എന്നിട്ട് കടയിൽ നിന്ന് പൊറോട്ടയും കൂടെ മേടിച്ചോളാൻ പറഞ്ഞു. രാത്രി കിടന്ന് ഇനി അടുക്കള കിടന്ന് ഒരുപാട് പണിയല്ല, കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് അടുപ്പിട്ട് വെച്ചാൽ മതിയല്ലോ. അങ്ങനെ പറഞ്ഞ് ചിക്കനും മേടിച്ച് പിന്നെ പൊറോട്ടയും മേടിച്ച് വെച്ചിട്ടുണ്ട്. ചേട്ടൻ വരുമ്പോൾ ഒത്തിരി രാത്രിയാകും, എന്നെ തൃശ്ശൂർ നിൽക്കുന്നേ ഉള്ളതെന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി എത്തുമ്പോഴത്തേക്ക് ഒരുപാട് രാത്രിയാകും. അതല്ല പിന്നെ ഇച്ചിരി നേരത്തേക്ക് വരുവാണെങ്കിൽ മേടിച്ചുകൊണ്ട് വരും കേട്ടോ. ഇങ്ങനെ ഞങ്ങളിവിടെ ഫുഡ് ഉണ്ടാക്കാതൊക്കെ ഇരിക്കുന്ന സമയങ്ങളിൽ ഞാൻ ചിക്കൻ കറി വെക്കാനായിട്ട് എടുക്കുകയാണ്. കുറച്ച് വറക്കണം. പിന്നെ ഞാൻ കടയിൽ നിന്ന് ചിക്കൻ മേടിക്കുമ്പോഴത്തേക്ക് ഞാൻ സാധാരണ ചിക്കൻ പീസാക്കിക്കത്തില്ല. ഞാനിവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ തന്നെയാണ് പീസാക്കുന്നത്. കാര്യം കടയിൽ ചിക്കൻ പീസാക്കലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ ഒരുമാതിരി ഊമ്പിരിക്ക കഷ്ണമാക്കിയ മുറിക്കത്തുള്ളന്നേ. അവരുടെ വെള്ളം കൂടെ അതിനകത്ത് മുറിഞ്ഞ് കിടപ്പുണ്ടെന്ന് തോന്നും. ഞാൻ അങ്ങനെയല്ല, ഇച്ചിരി വലിയ കഷ്ണമാക്കിയാണ് മുറിക്കുകയൊക്കെ ചെയ്യുന്നത്. കറിക്കാണെങ്കിലും ഒക്കെ ആണെങ്കിലും ഇച്ചിരി വലിയ കഷ്ണമാക്കിയിട്ട് എനിക്ക് ഈ ഊമ്പിരിക്ക കഷ്ണമാക്കിയിട്ടൊന്നും എനിക്ക് കാണുന്നതിന് ഇഷ്ടമല്ല. ചിലർ ചിക്കൻ വെക്കുന്നതിന് കണ്ടിട്ടുണ്ട് എല്ല് വേറെ അതിൻ്റെ മാംസം വേറെ അങ്ങനെയൊക്കെ ആയിട്ട് ഇടും. അതും എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പം ഞാൻ ഇപ്പം അതെല്ലാം കൊണ്ടുവന്നതിനകത്തുനിന്ന് കുറച്ച് പീസെല്ലാം എടുത്ത് കറി വെക്കണം. ഒരുവിധം കുഴപ്പമില്ലാത്തൊക്കെ എടുത്ത് വറക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എന്നായിരുന്നു, പിന്നെ നമ്മുടെ ശ്രീലത മനോജ് പറഞ്ഞു കേട്ടോ. ഞാൻ ശ്രീലതയുടെ പേര് പറഞ്ഞില്ല, സപ്പോർട്ട്. ഞാൻ ഒരുപാട് തവണ ശ്രീലതയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം എന്നാണെന്നറിയോ, നിങ്ങളൊക്കെ കാണാൻ നമ്മൾ ഞാൻ വീഡിയോയിൽ ഒരുപാട് തവണ പറയാറുണ്ട്, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് പറയാറുണ്ട്. നമ്മുടെ ഗീത ചേച്ചി ഇവരൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് കണ്ടു കാണാനില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം. തിരക്കായിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് തിരക്കാവുന്നതുകൊണ്ടാണെന്നറിയാം. എനിക്ക് ഇപ്പം ആരെങ്കിലും വീഡിയോ കാണാതിരുന്ന വെച്ചാൽ ഇടയ്ക്ക് വരുമ്പോൾ എനിക്കറിയാം നിങ്ങളാരും എന്നെ വിട്ടു പോകുകയല്ലെന്ന് എനിക്കറിയാം. തിരക്ക് വരുമ്പം എല്ലാവരും അങ്ങോട്ട്, അത് ഞാനും അതെ കേട്ടോ, ഞാനും എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞാലും ചില സമയത്ത് എനിക്ക് തിരക്കോ അല്ലെങ്കിൽ എൻ്റെ ഒരു വയ്യാഴിയൊക്കെ വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ വീഡിയോസ് ഒന്നും കാണാൻ പറ്റിയെന്ന് വരത്തില്ല. അന്നേരം അതുപോലെ തന്നെയല്ലേ എല്ലാവരും. പിന്നെ എന്നായിരുന്നു വേറെ ഏതാണ്ട് ഒരു കാര്യം. നിത്യ ഇങ്ങനൊന്നും പറയരുത്. അവനത് കണ്ടില്ല കേട്ടോ. ഞാൻ അവനെ കമന്റ് കാണിച്ചില്ല. കാണിച്ചവൻ പറയും കണ്ടോ കണ്ടോ എൻ്റെ തലമുടി വെട്ടാത്ത നല്ലതെന്ന് പറഞ്ഞ് കണ്ടോന്ന് ചോദിച്ചിട്ട് അവൻ നിൽക്കും. അവൻ ആരോ മുതലെന്നറിയാമോ, അവനെ ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് വേണ്ടി അവൻ കാത്തു നിൽക്കുക. കണ്ടോ പറഞ്ഞത് കണ്ടോന്ന്. പിന്നെ അത് പിടിച്ചവൻ ഇനി ഉള്ള തലമുടി വെട്ടാൻ പോകുമ്പോഴെല്ലാം അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇത്ര കമന്റ് കണ്ടായിരുന്നു. എനിക്ക് അവൻ്റെ മുടി വളർത്തുന്നതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എങ്ങനെ പനി പിടിക്കുന്നേ, അതാണ് ഈ കുഴപ്പം. അതുകൊണ്ടാണ് ഈ മുടി വെട്ടാൻ പറയുന്നത്. പിന്നെ നമ്മുടെ ശ്രീദേവി ചേച്ചിയുടെ കമന്റ് വായിച്ച് ഞങ്ങൾ എല്ലാവരും ചിരിച്ചു കേട്ടോ. കണ്ണൻ ആ ബനിയിൽ ഇട്ടോണ്ടിരുന്നപ്പോൾ ചേച്ചി ഓർക്ക് പുതിയ ഭാഷയും വല്ല ആയിരിക്കും എന്ന് വിചാരിച്ച് എന്നും പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും ഇവിടെ ചിരിയായിരുന്നു. ഞാൻ പറയാം എൻ്റെ അച്ചു കേട്ടോന്ന് പറഞ്ഞു. അച്ചു കണ്ണനും എല്ലാം ചിരി. കണ്ണൻ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. അവര് ഇന്നും ഞാൻ വാരി കൊടുക്കുമായിരുന്നു അവന്. അപ്പൊ പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഒന്നും വലുതായിട്ട് കാണത്തില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇത്രയുള്ളൊന്ന് കുക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ കാണത്തുള്ളൂ. ഇനിയിപ്പോൾ ഒരുപാട് കാണുകയെന്ന് പറയുമ്പോഴായിരിക്കും ഒരുപാട് നീണ്ടു പോകുന്നത്. പിന്നെ സവോളയൊക്കെ ഒന്ന് വഴറ്റി എടുത്ത് വെച്ച് ഇതിലേക്ക് ചിക്കനൊക്കെ കഴുകി വെച്ചേക്കുവാണ്. ചേർത്ത് അതിന് ബാക്കിയുള്ളത് ഇനി വറക്കാനൊക്കെ ഉള്ളത് അരപ്പൊക്കെ പരത്തി വെക്കട്ടെ.
അപ്പം മറക്കണ്ട കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ശ്രീദേവി ചേച്ചി പറഞ്ഞായിരുന്നു, ശ്രീദേവി കമന്റ് പറഞ്ഞായിരുന്നു. ആ ചേച്ചി പറയുന്നത് പിന്നെ ആരായിരുന്നു, അയ്യോ ഞാൻ ഓർത്തോർത്തിരുന്നായിരുന്നു കേട്ടോ. എനിക്കെന്നേ കുടുംബമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അവർ രണ്ടുപേരാണോ അതിന് വേറെ ആരെയാണെങ്കിൽ ക്ഷമിക്കണേ, ഞാൻ പേര് പറയാൻ വിട്ടുപോയെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. കിളിക്കൂടിൻ്റെ കാര്യം പറഞ്ഞപ്പം പറഞ്ഞു കിളിയെ അതിൻ്റെ അടുത്തിട്ട് ചെന്ന് ചിലപ്പോൾ അത് കൂട്ടിയിരിക്കുകയല്ല, അത് പറന്നു പോകും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ് മുട്ട തൊട്ടാലും മുട്ട തൊട്ടൊന്നും ഇല്ല കേട്ടോ, കിളി വന്ന് ഇരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കാണാം. ഇന്ന് രാവിലെ ഉച്ചയ്ക്കൊക്കെ അതിനകത്തുണ്ടായിരുന്നു. ഇപ്പം 2 മുട്ടയായി. അതിൽ കൂടെ ഇട്ടിട്ടില്ല, ഇന്ന് ഞാൻ നോക്കിയായിരുന്നു. അത് പറന്നു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കിളിക്കൂട്ടി നോക്കിയായിരുന്നു. അപ്പോൾ 2 മുട്ടയേ ഉള്ളൂ. ഇപ്പം 2 കുഞ്ഞുങ്ങളേ ഉള്ളൂ. നല്ല രസം. കിളിക്കണി തൊപ്പിക്കിളി എന്നൊക്കെ പറയത്തില്ല, അത്രയും ഉള്ളോ കേട്ടോ. അത്രയും ഒരു കിളിയാണ്. ഞാനെന്താ കിളിയുടെ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ട് ഇതുവരെ നടന്നില്ല. അത് എന്നെ കാണുമ്പോഴത്തേക്ക് ഓടും. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ശല്യപ്പെടുത്താൻ പോയില്ല. അപ്പൊ ഞങ്ങൾ തൊട്ടില്ല കേട്ടോ. അങ്ങനെ ആ മാവിൽ ഇങ്ങനെ താന്നിരിക്കുന്നുണ്ട്, നമുക്ക് ഒരു സന്തോഷം കാണാനായിട്ട്. നമ്മൾ മറ്റേ കിളിക്കൂടൊക്കെ ദൂരെയല്ലേ കാണുന്നത്. ഇത് ആ മരത്തിനകത്ത് നമുക്ക് ഇലച്ചിലെല്ലാം കൂടെ ഞാനിങ്ങനെ ഒന്നിച്ച് കെട്ടി വെച്ചേക്കുവാണെങ്കിൽ വണ്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് അത് മുട്ടരിക്കണ്ട. അതുകൊണ്ട് അതിന് കൂട് കെട്ടാൻ നല്ല സൗകര്യമാണ്. പിന്നെ അവിടെ പൂച്ചയുടെയോ അങ്ങനെയുള്ള ശല്യങ്ങളോ അതിനകത്തൊരു കൂടുണ്ടെന്ന് അടുത്ത് നിന്നാൽ മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ അരപ്പൊക്കെ ഇനി ചേർക്കട്ടെ. ചിക്കനൊക്കെ കഴുകിക്കൊണ്ട് വരട്ടെ. കഴുകി വെച്ചേക്കുവാണ്, എടുത്തുകൊണ്ട് വരട്ടെ. ഞാൻ ചിക്കൻ കറി വെക്കാനായിട്ട് സവാള കൊത്തിയാണ് എരിയുന്നത്. സവാള കൊത്തി എരിഞ്ഞ് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചാണ് ചേർക്കുന്നത്. എന്നിട്ട് കടുകിട്ട് എണ്ണ ഒഴിച്ച് അത് നല്ലപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞേച്ചാണ് ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കും വഴറ്റുമ്പോഴേ, പെട്ടെന്ന് സവോള ഒന്ന് വഴന്ന് കിട്ടാനായിട്ട്. സാധാ ചിക്കൻ കറിയാണ് വെക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് മീറ്റ് മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഞാൻ ചേർക്കത്തില്ലേ, കാര്യം ഒത്തിരി എരിവ് ഇവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. അങ്ങനെ അതെല്ലാം കൂടെ ചേർത്തൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിച്ച് അതിലേക്ക് വെള്ളം ഒഴിക്കുന്നത്. ഇതൊന്ന് ഈസ്റ്ററിൻ്റെ ഒക്കെ അന്ന് അപ്പൂൻ്റെ ഇവിടെ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പിലയാണ്. അതങ്ങ് പൊഴിഞ്ഞ് തണ്ടേന്ന് ഞാൻ കവറിനകത്ത് കെട്ടി ഫ്രിഡ്ജിൽ വെച്ചേക്കുക. പക്ഷെ വാടിയിട്ടില്ല, ആ തണ്ടേന്ന് അങ്ങ് പൊഴിഞ്ഞിട്ടേ ഉള്ളൂ. പിച്ച കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴറ്റി വെച്ച് ഇതിലേക്ക് വെള്ളം ഇനി ചേർക്കാം. ഉപ്പും കൂടെ നോക്കി വെച്ച് ശകലം ഉപ്പും കൂടെ വേണം. ഇതുണ്ട്, ഇങ്ങനത്തെ കൂട്ട് കഷ്ണങ്ങളാണ് അവർ മുറിച്ച് തരുമ്പോഴത്തേക്ക്. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ. അവർ ഈ കടകളിലൊക്കെ ഇങ്ങനെ മുറിച്ച് കൊടുക്കുന്നുണ്ട്, വീടുകളിലേക്ക് ഇങ്ങനെ തരുന്നത്. പൊറോട്ട മേടിച്ചത് നന്നായി കേട്ടോ. ഞാൻ ആദ്യം ഓർത്ത ചപ്പാത്തി ഉണ്ടാക്കിയിരുന്നു. ഈ ചൂടത്ത് ചത്തു പോത്തേ ഉള്ളൂ കേട്ടോ. ദൈവമേ, ഇതിനൊരു അവസാനം ഉണ്ടാവുകയില്ലെന്നാണ് ഓർക്കുന്നത്. എല്ലാ മനുഷ്യർക്കും ഈ ആവി, ഈ കാര്യം, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആരെ കണ്ടാലും കേൾക്കാനായിട്ട്. അല്ലാതെ ആൾക്കാർക്ക് ആർക്കും വേറെ ഒന്നും പറയാനില്ല. അയ്യോ എന്നാ ചെയ്യുവേ, ചത്തുപോവേന്ന് എല്ലാവരും പറയുക. ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. വെളിയിലോട്ട് ഇറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞാൽ പകലെങ്ങും വൈകുന്നേരം ആയപ്പോഴേ ചെടിയൊക്കെ നനയ്ക്കാറായപ്പോഴത്തേക്ക് വെളിയിലോട്ട് ഇറങ്ങിയത്. ചിക്കൻ കറി ഇനി അവിടെ നിന്ന് വേട്ടെ. ഇനി ബാക്കിയുള്ളത് ഞാൻ വറുക്കാനും കൂടെ എടുക്കട്ടെ. ചിക്കനൊക്കെ അടുപ്പേ വെച്ചതിന് ശേഷം ഉണ്ടല്ലോ, വലിയൊരു കപ്പളങ്ങ, വലുതാണേ, ഓമയ്ക്കാന്നും ഒക്കെ പറയുന്ന സംഭവം, അത് വീട്ടിൽ നിന്ന് അച്ഛൻ കൊടുത്തു വിട്ടതാണേ. വലിയൊരു ഉരുണ്ട് വലിയൊരു കുറേ പേർക്ക് കഴിക്കാനും മാത്രമുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ അത് കൊടുത്തു വിട്ടു. അപ്പോൾ അത് ഞാൻ എന്തിനാ ഓർത്തെന്നാൽ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇവർക്കിത് മുറിച്ച് കൊടുക്കാമല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുത്താണേ. ഒന്നത് ചൂടൊക്കെ അല്ലേ, ചൂടൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു ചില തണുത്ത കഴിക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ
കപ്പളങ്ങ എല്ലാം ഒന്ന് മുറിച്ച് ഒന്ന് സെറ്റാക്കുവാണേ. ഇഷ്ടംപോലെ കുരു ഉണ്ട് കേട്ടോ. സാധാരണ ഇങ്ങനത്തെ കപ്പളങ്ങ കിട്ടുമ്പോഴത്തേക്ക് വലിയ കുരുവൊന്നും അതിനകത്ത് കാണുന്നതല്ല. പക്ഷേ ഇതിനകത്ത് ഇഷ്ടം പോലെ കുരു ഉണ്ടായിരുന്നു. എന്നെല്ലാം നട്ടൊക്കെ നോക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ മുഴുവൻ എടുത്തൊന്നുമില്ല കേട്ടോ, കുറച്ചേ എടുത്തുള്ളൂ. കാര്യം ഒത്തിരി തിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവർ വൈകിട്ടത്തേക്ക് പിന്നെ ഒന്നും കഴിക്കത്തുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കഴിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അങ്ങനെ തണുത്ത കപ്പളങ്ങ തിന്നാൻ നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പം നേരത്തെ നമ്മുടെ ഇവിടെ താഴെ പറമ്പിലായിട്ട് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നേ കപ്പളങ്ങയെ. അത് വലുതായി വന്നതിന് ശേഷം മതിലിൻ്റെ ഇവിടെ നമുക്കിവിടെ മുറ്റത്ത് നിന്ന് പറിക്കാവുന്ന പോലായിരുന്നു കേട്ടോ. ഒത്തിരി ഉണ്ടായിരുന്നു ആ സമയത്ത്. അതേ നിറച്ചും കപ്പളങ്ങ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ പറ്റിയാന്ന് അറിയത്തില്ല, അതിൽ അങ്ങ് ഇച്ചിരി ഒന്ന് വിളഞ്ഞിതായി വരുമ്പോഴത്തേക്കുണ്ടല്ലോ പുറം ഒരുമാതിരി ഈ പൂപ്പൽ പോലെ വന്ന് അഴുക്കായി അതേം തന്നെ അങ്ങ് വല്ലാതായി അങ്ങ് പോവുമായിരുന്നു. അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഞാനങ്ങ് വെട്ടിവിട്ട് ഉണ്ടാകുന്ന കപ്പളങ്ങ മുഴുവനും അഴുക്കായി വരുന്നു. അങ്ങനെ വെട്ടിക്കളഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കപ്പളങ്ങ നട്ടില്ല. ഇനി ഒരെണ്ണം കൂടെ നട്ടൊക്കെ വെക്കണം. നമ്മുടെ മുറ്റത്ത് ഒരെണ്ണം ഉണ്ടെങ്കിൽ ഇവിടെ ഇവർക്ക് പഴുത്തത് ഭയങ്കര ഇഷ്ടമാണേ. ഒന്ന് തോരൻ വെക്കാനൊക്കെ ആണെങ്കിലും നമ്മുടെ മുറ്റത്ത് ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് പറിച്ച് ചെയ്യാമല്ലോ. അപ്പം പഴുത്ത ഈ കണ്ണനാണേലും തണ്ണിമത്തങ്ങ വലിയ ഇഷ്ടമില്ല, പക്ഷേ കപ്പളങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിന് ഒത്തിരി അങ്ങോട്ട് മധുരമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാനോർത്ത് നല്ല ചില സൈഡിൽ നല്ല മധുരം, ചില സൈഡിൽ യാതൊരു മധുരമില്ല, ഒരു പച്ചവെള്ളം പോലെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് ഇവരെന്നേലൊക്കെ മരുന്നൊക്കെ ചേർത്തൊക്കെ ആയിരിക്കും ഈ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ വരുന്നതെന്ന് തോന്നുന്നു. എന്നാണേലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചൂടായിട്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ കപ്പളങ്ങയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സുഖമല്ലേ. അപ്പോൾ അങ്ങനെ കപ്പളങ്ങയൊക്കെ മുറിച്ച് ചെറിയ ചെറിയ പീസാക്കി 2 പേർക്കും കഴിക്കാൻ കൊടുത്തു. കൂടെ ഞാനും കഴിച്ചു കേട്ടോ. കഴിച്ചേച്ച് ഇനി അടുക്കളയിലോട്ട് വീണ്ടും കയറണം. നമ്മുടെ ചിക്കൻ കറിയൊക്കെ അടുപ്പിൽ ഇരിക്കുന്നല്ലേ ഉള്ളൂ. അതെല്ലാം ഒന്ന് സെറ്റാക്കിയൊക്കെ എടുത്തിട്ട് വേണ്ടേ ഇനി ഇവർക്ക് കഴിക്കാനൊക്കെ കൊടുക്കാനായിട്ട്. അങ്ങനെ കുറച്ച് ഞാൻ എടുത്ത് കൊടുത്തു. 2 പേരും കൂടി ഇരുന്ന് കഴിക്കുന്ന സമയത്ത് ഞാൻ ബാക്കിയെല്ലാം അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത്, ഇതൊക്കെ ചെത്താൻ എടുക്കാനൊക്കെ എളുപ്പം കേട്ടോ. പക്ഷേ ഇതൊന്ന് ക്ലീൻ ചെയ്താണ് പാട്. അപ്പോൾ എല്ലാം ക്ലീൻ എല്ലാം ഒന്ന് ചെയ്തേച്ച് ചിക്കൻ കറി നോക്കാണ്ട് പോവാണ്. ചിക്കൻ കറി റെഡിയായി. ഇനി നമ്മുടെ ചിക്കനും കൂടെ വറുത്താൽ മതി. ചിക്കൻ വറുക്കാനും കൂടി ഇട്ടു. ഇതും കൂടെ വറുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കാനൊക്കെ തുടങ്ങാൻ പോയി. വറുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ കിടന്ന് മൂക്കട്ടെ. അപ്പം ഞങ്ങൾ വൈകിട്ടത്തേക്കുള്ള ചിക്കനും ഒക്കെ വറുത്തു. പിന്നെ മയോണൈസും ഉണ്ടാക്കി മിക്സിയോടുകൂടി ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. വേറെ ചേർത്ത് വിട്ടു. പിന്നെ നമ്മുടെ ചിക്കൻ കറി. ചിക്കൻ കറി വേണ്ടതാണ്. അവന് ഈ ചിക്കൻ കറിയോട് വലിയ താല്പര്യമില്ല. ഒഴിക്കട്ടെ? അതാദ്യം ചോദിച്ചു ഒഴിക്കട്ടെ എന്ന് ചോദിച്ചു. പിന്നെ ഫാനിട്ട സൗണ്ട് വരും, അതുകൊണ്ട് ഇപ്പോൾ ഇടാം. അച്ഛൻ്റെ മയോണൈസ് ഒഴിച്ചില്ലേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഒരു നൈറ്റ് വ്ളോഗാണ്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ.